ഫെംഗൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് തമിഴ്നാടും പുതുച്ചേരിയും. അതിതീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് മുന്നറിയിപ്പ്. പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ സേനയെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. നാഗപട്ടണം, രാമനാഥപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങളുമായി PR കാർത്തിക്കാണ് ചേരുന്നത്. കാർത്തിക്, ഏത് രീതിയിലാണ് മുന്നൊരുക്കങ്ങൾ തമിഴ്നാട്ടിൽ? ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് തമിഴ്നാടും പുതുച്ചേരിയും. അതോടൊപ്പം തന്നെ ശക്തമായ മഴ കേരള തീരത്തും ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഉണ്ടാകും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസമാണ് ന്യൂനമർദ്ദം രൂപം കൊണ്ടത്. ഇന്നലെ രാത്രിയോടെ അതിതീവ്ര ന്യൂനമർദ്ദമായി അത് മാറുകയും ചെയ്തു. ഇന്ന് വൈകിട്ടോടുകൂടി ചുഴലിക്കാറ്റായി മാറും എന്നാണ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. സാധ്യമായ എല്ലാ നടപടികളും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് പല ജില്ലകളിലും 15ഓളം ജില്ലകളിൽ ശക്തമായ മഴ പെയ്യും എന്നാണ് മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതും അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതും. ഏതായാലും 7 NDRF ടീമിനെ തമിഴ്നാട്ടിൽ മാത്രമായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയടക്കം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഈ 15 തീരദേശ ജില്ലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും പെയ്യുന്നത്. പ്രത്യേകിച്ച് നാഗപട്ടണത്ത് അതിശക്തമായ മഴയാണ്. നാഗപട്ടണത്ത് ഇന്ന് പുലർച്ചെ 5:30 വരെ ഏതാണ്ട് 16 സെന്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ചെന്നൈയിൽ മാത്രം 24 മണിക്കൂറിനിടെ 60 മില്ലിമീറ്റർ മഴയും പെയ്തു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ 2 ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമൊക്കെ അവധിയും നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുച്ചി, പുതുക്കോട്ടൈ, അരിയാവലൂർ, അതോടൊപ്പം തന്നെ രാമനാഥപുരം, ശിവഗംഗ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഈ അതിശക്തമായ മഴ പെയ്യുമെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾക്ക് അവധിയും നൽകിയിട്ടുള്ളത്. ഏതായാലും പാമ്പനിൽ അടക്കം അതിശക്തമായ കടൽക്ഷോഭമാണ് ഇപ്പോൾ ഉള്ളത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ തന്നെ എല്ലാ കരുതൽ നടപടികളും തമിഴ്നാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടുകൂടി ചുഴലിക്കാറ്റായി മാറും എന്നാണ് മുന്നറിയിപ്പ്. ഇപ്പോൾ ചെന്നൈ തീരത്ത് നിന്ന് ഏതാണ്ട് 590 കിലോമീറ്റർ അകലെയാണ് അതീവ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം. ശരി കാർത്തിക്.